ഞാൻ ആക്ച്വലി ഈ ജെൻസി പിള്ളേരെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് നമ്മൾ റിലേഷൻഷിപ്പിലായപ്പോഴും ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിലും കുഷനിങ് ആണെങ്കിലും അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട് ഇവർക്ക്. ഇതെല്ലാം നമ്മളും ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാൻ വേർഡ്സ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കൂടെ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് കൂടെ വേറൊരു റിലേഷൻഷിപ്പുള്ള ആൺകുട്ടികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ അവർ സിമ്പിളായിട്ട് കുഷിനി എന്ന് വിട്ട് വിളിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ കുറച്ചുകൂടി അവെയറാണ്. ഇപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും പ്രശ്നം നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ആദ്യം വേണം എന്നുള്ളതാണ്. അപ്പോൾ ഡിഫൈൻ യുവർ റിലേഷൻഷിപ്പ്, DTR എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് എന്ന് പറയും. നിങ്ങളൊരു നോക്കുന്നതൊരു മാരേജിനാണോ അല്ലെങ്കിൽ ഒരു ലവിനാണോ അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പിലാണോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ പൊതുവെ പ്രണയം ഈക്വൽ ടു വിവാഹം എന്നുള്ളൊരു സമവാക്യത്തിലാണ് നമ്മളെല്ലാം ജീവിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല. പല ടൈപ്പുള്ള റിലേഷൻഷിപ്പ്, എനിക്കൊന്നും മലയാളത്തിൽ ആക്ച്വലി വൊക്കാബുലറി കുറവാണ് പല റിലേഷൻഷിപ്പിനെയും ഡിഫൈൻ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾ. ഇപ്പോൾ എന്താണ് വേണ്ടത് എന്നറിഞ്ഞിട്ട് ഒരു റിലേഷൻഷിപ്പിൽ വരുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ അവരുടെ ആ ഒരു ടേംസിനെയും അവരിപ്പം ലോകത്തേക്ക് കാണുന്നതിനെയും ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പോൾ വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യം, ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സീസൺ അനുസരിച്ച് റിലേഷൻഷിപ്പ് ഉണ്ട്. മൺസൂൺ കാലത്ത് മാത്രം ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ്, അതിനൊക്കെ ഓരോ പേരുണ്ട്, എനിക്ക് അത്ര കളക്ട് ചെയ്യാൻ പറ്റില്ല. വിൻ്ററിൽ ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ്, ഇങ്ങനെ അത് വിൻ്ററിൽ വരെ ഭയങ്കര പ്രണയിതാക്കളായിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ചന്തം കണ്ട് പരിചയമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ അത് നല്ലതല്ലേ. ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരാൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക, ഞാൻ ഇതാണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ഒരു ഡാർക്ക് സ്പോട്ടിൽ ഒരാളെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് കടന്ന് കളഞ്ഞു പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് വളരെ ഡിഫൈൻ ചെയ്ത റിലേഷൻഷിപ്പിനെ കാണുന്നത്.